മതം 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 അതുമാത്രമാണ് ഞങ്ങളുടെ അടയാളം. ഈ മതസമുദായത്തിന് കഴിഞ്ഞ 10 വർഷമായി നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നത് മുഴുവൻ തിരിച്ചെടുക്കാനാണ് ഞങ്ങൾ ശ്രമിക്കുന്നത് എന്ന് മുസ്ലിം ലീഗ് പറയുമ്പോൾ മതമില്ല മതേതരമാണ്, മതമില്ല മതേതരമാണ് എന്ന് ഈ വി ഡി സതീശൻ പറഞ്ഞാൽ ആർക്കാണ് ഇത് മനസ്സിലാക്കാൻ പറ്റാത്തത്? കമ്മ്യൂണിസ്റ്റ് പാർട്ടി കൊണ്ടുവന്ന കേരള മോഡൽ എന്ന വികസന നയമാണ് കേരളത്തെ ചതിച്ചത്, കേരളത്തെ നശിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അതേ വികസന നയമാണ് കോൺഗ്രസ് സ്വീകരിച്ചത്. കോൺഗ്രസിന് പ്രത്യേകിച്ച് വികസനമില്ല, സ്വയം വികസനം മാത്രമേ ഉള്ളൂ കോൺഗ്രസ്. വി ഡി സതീശൻ 10 റുപ്യ പോലും ഇല്ലാതിരുന്ന ആളാണ്. ഇന്ന് കോടികളുടെ ആസ്തിയുണ്ട്. എവിടുന്ന സതീശന്റെ കോടികളുടെ ആസ്തി വെളിപ്പെടുത്താൻ പറ്റുമോ? ഐ എം ആസ്കിങ് എ ക്വസ്റ്റ്യൻ. എന്താ പണി? സ്വയം വീർക്കല്ലേ ഇവരെല്ലാം. ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഈ ജമാഅത്തെ ഇസ്ലാമിയെ കൂടെ കൊണ്ടുനടക്കുന്ന, രാജ്യവിരുദ്ധരെ കൂടെ കൊണ്ടുനടക്കുന്ന കോൺഗ്രസിന് വലിയ പ്രതീക്ഷയൊന്നും വേണ്ട എന്നാണ് എൻ്റെ അഭിപ്രായം. പക്ഷെ ഇപ്പോൾ സതീശനടക്കം പറയുന്നത് ജമാഅത്തെ ഇസ്ലാമി, മുസ്ലിം ലീഗ് ഒന്നും മതേതര പാർട്ടികളാണ്. അതെ, അവർ മതേതര പാർട്ടിയാണെങ്കിൽ കോൺഗ്രസ് മതേതര പാർട്ടി അല്ല എന്ന് പറയേണ്ടി വരും. വ്യാവസായിക മേഖല തകർന്നു. കാർഷിക മേഖലയുടെയും മേഖലയുടെ അവസ്ഥ, നമ്മൾ ഭക്ഷണം കഴിക്കുന്നത് ചോളമൊന്നും അല്ല, നമ്മൾ ഭക്ഷണം കഴിക്കുന്നത് നെല്ലാണ്. ഒരു വർഷം 42 ലക്ഷം ടൺ അരിയാണ് ഈ കേരളത്തിന് ആവശ്യം. ഇവിടെ ഉണ്ടാക്കുന്ന നെല്ല് എത്രയാ? 3.5 ലക്ഷം ടണ്ണാണ്. ബാക്കി മുഴുവൻ കൊണ്ടുവരല്ലേ, വരവല്ലേ. കാരണം ഉൽപ്പാദനമില്ലാതെ എത്ര കാലം പിടിച്ചു വെക്കാൻ പറ്റും? അപ്പോൾ കേരള മോഡൽ പരാജയം. നമസ്കാരം. BJPയുടെ സംസ്ഥാന വൈസ് പ്രസിഡന്റ് ആയിട്ടുള്ള അഡ്വക്കേറ്റ് ബി ഗോപാലകൃഷ്ണനാണ് എനിക്കൊപ്പം ഉള്ളത്. നമസ്കാരം. നമസ്കാരം. വീണ്ടും ഒരു തിരഞ്ഞെടുപ്പ് കാലം എത്തിയിരിക്കുകയാണ്. തൃശ്ശൂരിനെ സംബന്ധിച്ച് സംസാരിക്കാം. ആദ്യം, വളരെ പ്രതീക്ഷയുള്ള ഒരു ജില്ലയാണ് തൃശ്ശൂർ BJPയെ സംബന്ധിച്ചിടത്തോളം. എങ്ങനെയുണ്ട് പ്രവർത്തനങ്ങൾ? തൃശ്ശൂരിൽ സാമാന്യം ഭേദപ്പെട്ട പ്രവർത്തനം നടക്കുന്നുണ്ട്. തൃശ്ശൂർ ലോക്സഭാ മണ്ഡലത്തിൽ ഏതാണ്ട് 7 നിയമസഭകളുണ്ട്. ആ 7 നിയമസഭയും BJPയെ സംബന്ധിച്ചിടത്തോളം ഒന്നിനൊന്ന് മെച്ചമാണ്. തൃശ്ശൂരാണ് എൻ്റെ താമസം. അതുകൊണ്ട് എനിക്ക് കൂടുതൽ തൃശ്ശൂരിനെ കുറിച്ച് പറയാനാണ് ഇഷ്ടപ്പെടുന്നത്. നമ്മുടെ പ്രതീക്ഷയ്ക്കനുസരിച്ച് കഴിഞ്ഞ കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പിൽ വിജയിക്കാൻ കഴിഞ്ഞിട്ടില്ല, അതൊരു യാഥാർത്ഥ്യമാണ്. പക്ഷേ കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പിൽ വിജയിക്കാൻ കഴിയാതെ പോയത് നിയമസഭയിൽ ആവർത്തിക്കില്ല. ശ്രീ സുരേഷ് ഗോപി 7 നിയോജക മണ്ഡലത്തിലും അതിൽ ഗുരുവായൂർ ഒഴിച്ച് ബാക്കി 6ലും വൻ ലീഡാണ് നേടിയത്. സുരേഷ് ഗോപി നേടിയ ലീഡ്, വോട്ട് നിയമസഭയിൽ തീർച്ചയായിട്ടും BJPക്ക് അനുകൂലമായിട്ടുണ്ടാവും. പ്രധാനപ്പെട്ടൊരു വിഷയം, തദ്ദേശ തെരഞ്ഞെടുപ്പിൽ, കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പിൽ കുറച്ച് അനാസ്ഥയുണ്ടായിരുന്നു. പിന്നെ അപ്രതീക്ഷിതമായി ചില സ്ഥാനാർത്ഥികളെ ലാസ്റ്റ് മിനിറ്റിലാണ് കൊണ്ടുവന്നത്. സ്ഥാനാർത്ഥി നിർണയവുമായി ബന്ധപ്പെട്ട് ചില അഭംഗികളുണ്ടായി. അതുകൊണ്ട് മാത്രമാണ്. അതല്ലായിരുന്നെങ്കിൽ ഇറ്റ് വുഡ് ഹാവ് ബീൻ മോർ ദാൻ 20 സീറ്റ്സ് മിനിമം കിട്ടുമായിരുന്നു. പക്ഷെ അതൊന്നും നിയമസഭയെ ബാധിക്കില്ല. നിയമസഭയെ സംബന്ധിച്ചിടത്തോളം, പ്രത്യേകിച്ച് കേരളത്തിലെ ഇന്നത്തെ സാഹചര്യം, പിണറായി സർക്കാരിൻ്റെ ശബരിമല അടക്കമുള്ള കൊള്ള, കോൺഗ്രസിൻ്റെ ജമാഅത്തെ ഇസ്ലാമി അടക്കമുള്ള ഇന്ത്യയെ തകർക്കാൻ ആഗ്രഹിക്കുന്ന പ്രസ്ഥാനങ്ങളുമായിട്ടുള്ള കൈകോർപ്പൽ, എനിക്ക് മനസ്സിലാവുന്നില്ല. ഈ കോൺഗ്രസിനെ പോലെയുള്ള ഒരു പ്രസ്ഥാനം 4 വോട്ടിന് വേണ്ടി എങ്ങനെയാണ് ഈ രാജ്യവിരുദ്ധരുമായിട്ട് സഖ്യം ചേരുന്നത് എന്ന് മനസ്സിലാവുന്നില്ല. അപ്പോൾ ഒരു ഭാഗത്ത് പിണറായി വിജയനെതിരായിട്ടുള്ള, പിണറായിയുടെ ഭരണത്തിനെതിരായിട്ടുള്ള, ശബരിമല കൊള്ളയ്ക്കെതിരായിട്ടുള്ള, ക്ഷേത്രധ്വംസനങ്ങൾക്കെതിരായിട്ടുള്ള ഒരു വലിയ പടയണി ചേരുകയാണ്. സ്വന്തം പാർട്ടിയിൽ തന്നെ പ്രശ്നങ്ങൾ രൂക്ഷമാണ്. സുധാകരനെ പോലുള്ള ആളുകൾ വളരെ ശക്തമായി ആ പാർട്ടിയുടെ ഉള്ളിൽ നടക്കുന്ന, എന്നാൽ നമ്മൾ വെളിയിൽ അറിയാതെ നടക്കുന്ന വലിയ ഒരു സമുദ്രത്തിൻ്റെ അടിയിൽ നടക്കുന്നത് എന്തെന്ന് പെട്ടെന്ന് അറിയാൻ കഴിയില്ല. ചില സുനാമി വരുമ്പോഴേ അത് അറിയുള്ളൂ. അതേപോലെ സുധാകരൻ ഒരു സുനാമിയാണ്.
CPM-ൻ്റെ കെട്ട് പൊട്ടുകയാണ്. ആ കെട്ട് പൊട്ടുന്നത് സുധാകരൻ, ശശിയിലൂടെയും സുധാകരനിലൂടെയൊക്കെ വളരെ പ്രകടമായ കെട്ട് പൊട്ടുകയാണ്. ഇപ്പോൾ ഒരു പ്രതീക്ഷ എന്ന് പറയുന്നത് ഇടതുപക്ഷത്തോടില്ല. ഒരു നല്ല സ്ഥാനാർത്ഥി പോലുമില്ല. നല്ല സ്ഥാനാർത്ഥികളൊക്കെ ഇല്ലാതെയാക്കുന്ന ഒരു സാഹചര്യം ഇല്ലാതാക്കിയാണ്. ഇപ്പോൾ തൃശ്ശൂരിലെ ഇടതുപക്ഷ സ്ഥാനാർത്ഥി ഒരു കവിയോ മറ്റുമാണ്. അപ്പോൾ പ്രതീക്ഷയില്ല. ഇവിടെ ജയിച്ച ഇടതുപക്ഷ സ്ഥാനാർത്ഥി ബാലചന്ദ്രൻ കഴിഞ്ഞ നിയമസഭയിൽ ജയിച്ചത്. അയാൾ അയോധ്യയെക്കുറിച്ച് എഴുതിയത്, ശ്രീരാമനെക്കുറിച്ച് എഴുതിയത്, സീതയെക്കുറിച്ച് എഴുതിയത്, വേറെ വലിയ കാര്യമൊന്നും പറഞ്ഞിട്ടില്ല, ഒന്നും ചെയ്തിട്ടില്ല, ഈ നാട്ടിലൊന്നും ചെയ്തിട്ടില്ല. ബാലേന്ദ്രൻ എന്ന് പറയുന്ന വ്യക്തി എൻ്റെ അടുത്ത സുഹൃത്താണ്. ഞാൻ കേരളവർമ്മ കോളേജിൽ ABVPയിൽ പ്രവർത്തിക്കുന്ന 1982-85 കാലഘട്ടത്തിൽ എൻ്റെ കൂടെ ഉണ്ടായിരുന്ന ആളാണ്. അന്ന് ABVP പ്രവർത്തനത്തിൽ ഞാൻ എൻ്റെ ABVP യോഗത്തിൽ ഇയാളെ കൊണ്ടിരുത്തിയിട്ടുള്ളതാണ് ബാലേന്ദ്രൻ. പിന്നീട് ബാലേന്ദ്രൻ കോളേജിനുള്ളിൽ ASF ഫ്രണ്ട്ഷിപ്പിൻ്റെ പേരിൽ, പിന്നെ അതിന് ശേഷം അയാൾ ASFകാരുമായി ബന്ധപ്പെട്ട് AIYFുമായി ബന്ധപ്പെട്ട് അങ്ങനെയാണ് ഒരു CPI, ഒരു CPIയുടെ ഒരു വലിയ ഒരു കമ്മ്യൂണിസ്റ്റ്, കറകളഞ്ഞ കമ്മ്യൂണിസ്റ്റ് ഒന്നും പറയാൻ പറ്റില്ല. അയാൾക്ക് അങ്ങനെയൊന്നുമില്ല. അപ്പോൾ എന്താ ചെയ്യുക, അങ്ങനെ എല്ലാത്തിനും ഒരു ഈസി ഗോയിങ്ങാണ് ബാലേന്ദ്രൻ. ബാലേന്ദ്രൻ ഒന്നും ചെയ്തിട്ടില്ല. ഒരു MLAക്ക് ചെയ്യാവുന്ന യാതൊന്നും ചെയ്തിട്ടില്ല. അപ്പം ഞാൻ ഈ നാട്ടിൽ ജീവിക്കുന്ന ആളാണ്. അതുകൊണ്ടാണ് ബാലേന്ദ്രനെ മാറ്റിയത്. അല്ലെങ്കിൽ ബാലേന്ദ്രൻ മാറ്റൂല. ബാലേന്ദ്രൻ ഒരു വട്ടമായിട്ടുള്ളൂ. ബാലേന്ദ്രൻ എഴുതിയ സീതയെക്കുറിച്ച് എഴുതിയത്, സീത എന്തിന് രാമൻ്റെ കൂടെ കാട്ടിൽ പോയി എന്നാണ് ബാലേന്ദ്രൻ ചോദിക്കുന്നത്. സീതയ്ക്ക് വേറെ ഒരു പണിയുണ്ടായിരുന്നില്ലേ? സീത അയോധ്യ ഇരുന്നാൽ മതിയായിരുന്നില്ലേ? അത് പോയത് കഞ്ചാവ് അടിക്കാനും ബീഫ് കഴിക്കാനുമാണ്. കാട്ടിൽ നല്ല ബീഫ് കിട്ടും. മറ്റേ നമ്മുടെ നാട്ടിൽ കിട്ടുന്ന ബീഫിനേക്കാളൊക്കെ നല്ല ബീഫ് കിട്ടും. അങ്ങനെയൊക്കെ കവിതയൊക്കെ എഴുതുന്ന ആളാണ്. അങ്ങനെയൊക്കെ എന്തൊക്കെയോ എഴുതിയിട്ടൊക്കെ ഉണ്ട്. പ്രത്യേകിച്ചൊന്നും ചെയ്തിട്ടില്ല. വലിയ പ്രതീക്ഷയൊന്നും ഇടതുപക്ഷത്തിന് ഇല്ല. വലതുപക്ഷത്തെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ ആരാണ് സ്ഥാനാർത്ഥി എന്ന് വെളി വന്നിട്ടില്ല. 2 പേരുടെ പേര് പറയുന്നുണ്ട്. ഒരാൾ ബിഷപ്പ് ഹൗസിലാണ്, വെപ്പും കുടിയും താമസമെല്ലാം സ്ഥാനാർത്ഥിയാവാൻ. അല്ല, അതെന്ത് ശരിയല്ലല്ലോ. അത് അങ്ങനെയാണോ? മതമല്ലല്ലോ സ്ഥാനാർത്ഥിയെ നിർണ്ണയിക്കുന്നത്. അല്ല, അതൊക്കെ സ്വാഭാവികമായിട്ടും ഒരുപക്ഷെ അത് പറയുന്നതാവും, വെറുതെ ആവശ്യമില്ലാതെ പറയുന്നതാവും. ബിഷപ്പ് ഹൗസിനെയൊക്കെ വെറുതെ വലിച്ചു കൊണ്ടിരുന്നതായിരിക്കും. അവരൊന്നും അങ്ങനെ ഇവർക്കൊക്കെ വേണ്ടി ഇവർ എന്ത് ചെയ്യുന്നു എന്നുള്ളത് കൂടി ജയിക്കാൻ വേണ്ടി മാത്രം ആശ്രയം തേടേണ്ട കേന്ദ്രങ്ങളല്ലല്ലോ. അങ്ങനെ ബിഷപ്പ് ഹൗസ് ഒന്നും അങ്ങനെ പറയുന്നത് ഞാൻ വിശ്വസിക്കുന്നില്ല. എന്തായാലും ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഈ ജമാഅത്തെ ഇസ്ലാമിയെ കൂടെ കൊണ്ടുനടക്കുന്ന, രാജ്യവിരുദ്ധരെ കൂടെ കൊണ്ടുനടക്കുന്ന കോൺഗ്രസ്സിന് വലിയ ഒരു പ്രതീക്ഷയൊന്നും വേണ്ടെന്നാണ് എൻ്റെ അഭിപ്രായം. പക്ഷെ ഇപ്പോൾ സതീശനടക്കം പറയുന്നത് ജമാഅത്തെ ഇസ്ലാമി, മുസ്ലിം ലീഗൊന്നും മതേതര പാർട്ടികളാണ് എന്നുള്ളൊരു അഭിപ്രായമൊക്കെ സതീശൻ മുന്നോട്ട് വെക്കുന്നത് നമ്മൾ കാണുകയുണ്ടായി. അതെ, അവർ മതേതര പാർട്ടിയാണെങ്കിൽ കോൺഗ്രസ് മതേതര പാർട്ടി അല്ല എന്ന് പറയേണ്ടി വരും. അങ്ങനെ പറഞ്ഞാൽ എന്നാൽ കുഴപ്പമില്ല. അവരൊക്കെ മതേതര പാർട്ടിയാണ്, ഞങ്ങളതുകൊണ്ട് മതേതര പാർട്ടി അല്ല എന്ന്. കാരണം മതേതര പാർട്ടി എന്നുള്ളൊരു ഡെഫിനിഷൻ എന്താ? മതേതരം എന്ന് പറഞ്ഞാൽ മതമില്ലാത്തത് എന്നാണ് അർത്ഥം. നമ്മൾ ഒരു ഹോട്ടലിൽ പോയിട്ട് സസ്യേതര ഭോജനശാല എന്ന് പറഞ്ഞാൽ അതിനർത്ഥം എന്താ? മാംസം കിട്ടുന്ന സ്ഥലം എന്നാ. അപ്പം സസ്യേതരം സസ്യമല്ലാത്തത്, മതേതരം മതരമല്ലാത്തത്. മുസ്ലിം ലീഗ് അങ്ങനെയാണോ? ലീഗിൻ്റെ KM ഷാജിയുടെ പ്രസംഗം എന്തായിരുന്നു? മതം മതം മതം, അതുമാത്രമാണ് ഞങ്ങളുടെ അടയാളം എന്ന് മാത്രമല്ല, ഈ മതസമുദായത്തിന് കഴിഞ്ഞ 10 വർഷമായി നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നത് മുഴുവൻ തിരിച്ചെടുക്കാനാണ് ഞങ്ങൾ ശ്രമിക്കുന്നത്. അപ്പം മതം 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 എന്ന് മുസ്ലിം ലീഗ് പറയുമ്പോൾ മതമില്ല മതേതരമാണ്, മതമില്ല മതേതരമാണ് എന്ന് ഈ VD സതീശൻ പറഞ്ഞാൽ ആർക്കാണ് ഇത് മനസ്സിലാക്കാൻ പറ്റാത്തത്? ഈ നാട്ടിൽ സ്വതന്ത്രമായി ചിന്തിക്കുന്ന, ഈ നാട്ടിൽ വിവരമുള്ള ആളുകൾക്കത് മനസ്സിലാവും. വിവരമില്ലാത്ത ആൾക്കാർക്ക് മനസ്സിലാവണമെന്നില്ല. അതുകൊണ്ട് മനസ്സിലാവും.
പണ്ടത്തെ മാതിരി അല്ല ആളുകൾ. വിവരങ്ങൾ വിരൽത്തുമ്പിലാണ്. അതുകൊണ്ട് വിരൽത്തുമ്പിലുള്ള വിവരങ്ങളുള്ളത് കൊണ്ട് ഇവരുടെ ഈ തട്ടിപ്പൊന്നും നടക്കില്ല. അതേസമയത്ത് നരേന്ദ്രമോദി നയിക്കുന്ന ഭാരതീയ ജനതാ പാർട്ടി അടിമുടി കേരളത്തെ മാറ്റാൻ വേണ്ടിയിട്ടാണ്. അടിമുടി ഈ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ കേരളം മാറും, മാറാത്തതും മാറും. ഇപ്പോൾ നമ്മൾ വികസിത ഭാരതം എന്ന് പറയുന്ന വലിയൊരു കാഴ്ചപ്പാടാണ് NDA സഖ്യം മുന്നോട്ട് വെക്കുന്നത്. ഇപ്പോൾ നമ്മൾ തിരുവനന്തപുരം കോർപ്പറേഷനിൽ നമ്മളത് കണ്ടതാണ്. എത്രത്തോളം ഭംഗിയായിട്ടാണ്, ഇപ്പോൾ കുറച്ച് ദിവസങ്ങളായിട്ടേ ഉള്ളൂ കോർപ്പറേഷനിൽ നമ്മൾ അധികാരത്തിലെത്തിയിട്ട്, ഇപ്പോൾ തന്നെ അത്രയും ഭംഗിയോടുകൂടിയ ഈ വികസിത ഭാരതം എന്ന് പറയുന്ന തത്വത്തെ ചേർത്ത് പിടിച്ചുകൊണ്ടുള്ള പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ തൃശ്ശൂർ ലോക്സഭാ തിരഞ്ഞെടുപ്പിന് ശേഷം സുരേഷ് ഗോപിയുടെ പ്രവർത്തനങ്ങൾ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് കാണാൻ സാധിക്കും. എല്ലാവരും ഈ വികസിത ഭാരതം അല്ലെങ്കിൽ വികസിത കേരളം എന്ന് പറയുന്ന വലിയൊരു ആശയത്തോട് ചേർന്നിട്ടാണ്. അപ്പോൾ നമ്മൾ ഈ തിരഞ്ഞെടുപ്പ് കാലത്തും ഏറ്റവും കൂടുതൽ മുന്നോട്ട് വെക്കാൻ പോകുന്ന ആശയം എന്ന് പറയുന്നത് വികസിത കേരളം എന്നുള്ള കാഴ്ചപ്പാട് തന്നെയല്ലേ? യാതൊരു സംശയവുമില്ല. കാരണം ഞാൻ വളരെ അഭിമാനപൂർവ്വം ഒരു കാര്യം പറയട്ടെ ജനം ഓൺലൈനോട്. വികസിത കേരളം എന്ന കൺസെപ്റ്റ് ആരാണ് ഇന്ന് കേരളത്തിൽ പറയുന്നത്? വാസ്തവത്തിൽ പറയേണ്ടത് ആരായിരുന്നു? ഇവിടുത്തെ ഇടതുപക്ഷവും വലതുപക്ഷവുമാണ്. അവരാണല്ലോ ഭരിക്കുന്നതും പ്രതിപക്ഷവും. ഇവരൊന്നും പറഞ്ഞിട്ടില്ല. ഇവർക്കൊന്നും വികസനം വേണ്ട. ഇപ്പോൾ ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി നരേന്ദ്രമോദി 10,000 രൂപയുടെ 10,000 ലക്ഷം കോടിയുടെ വികസന പ്രവർത്തനങ്ങളാണ് ഈ കഴിഞ്ഞ ദിവസം വന്ന് അനൗൺസ് ചെയ്യാൻ വേണ്ടി അദ്ദേഹം വന്നത്. അദ്ദേഹം കേരളത്തിൻ്റെ വികസനത്തിന് വേണ്ടി അദ്ദേഹം ഈ നാട്ടിലേക്ക് വരുമ്പോൾ മുഖ്യമന്ത്രി മാറി നിന്നു. മുഖ്യമന്ത്രിയുടെ മുമ്പിലുള്ള പ്രശ്നം എന്താ? മുഖ്യമന്ത്രി ക്ഷണിച്ചിട്ടില്ലേ? വരാത്തതെന്താ? അദ്ദേഹത്തിൻ്റെ ക്യാബിനറ്റിലെ മന്ത്രി റിയാസിനെ ക്ഷണിച്ചില്ല. റിയാസിനെ ക്ഷണിക്കേണ്ട കാര്യമില്ല. എല്ലാവരെയും എല്ലാ സ്ഥലത്തും ക്ഷണിക്കേണ്ട കാര്യമില്ല. MP രാജേഷ് എന്താ പറഞ്ഞത്? എന്നോട് ആധാർ കാർഡ് ചോദിച്ചു. ഇത് എല്ലാവരോടും ചോദിക്കുന്നതാണ്. BJPയുടെ പ്രോഗ്രാമിൽ BJPയുടെ സംസ്ഥാന വൈസ് പ്രസിഡൻ്റായിട്ടുള്ള എന്നെ സെക്യൂരിറ്റി ഗാർഡ് തടഞ്ഞു തിരുവനന്തപുരത്ത് വെച്ച്. അപ്പം ഞാൻ സെക്യൂരിറ്റി ഗാർഡിനോട് പറഞ്ഞു, ഞങ്ങളുടെ കയ്യിൽ പാസ് ഉണ്ട്, പാസ് പോരെ, ഇതാ ഇഷ്യൂഡ് ബൈ യു, പോലീസാണ്, നിങ്ങളുടെ സൈൻ ഉണ്ട്. അവർ പറഞ്ഞു ഓക്കെ യു ഗീവ് ദ പാസ്. ഐ ഷോ ദ പാസ്. അപ്പം പാസ് കാണിച്ചു കൊടുത്തപ്പോൾ അവർ പറഞ്ഞു ദെൻ യു ഡു വൺ തിങ്, യു ഷോ യുവർ ഐഡൻറ്റിറ്റി കാർഡ്. അപ്പം ഞാൻ പറഞ്ഞു എന്ത് ഐഡൻറ്റിറ്റി കാർഡ്? ആധാർ കാർഡ്. അപ്പം ഞാൻ പറഞ്ഞു എൻ്റെ കയ്യിൽ പേഴ്സില്ല, എൻ്റെ മൊബൈലിലാണ് ഇതെല്ലാം. മൊബൈൽ അവിടെ വെച്ച് തരാൻ പറഞ്ഞുകൊണ്ട് ഐ പുട്ട് ഇറ്റ് ദെയർ. എന്താ ചെയ്യുക? ഒന്നും ചെയ്യാനില്ല, നിങ്ങൾ പൊക്കോളൂ, നിങ്ങൾ കയറേണ്ട വരിയിൽ. ഐഡൻറ്റിറ്റി കാർഡ് ഈസ് മസ്റ്റ്. അപ്പം ഞാൻ എൻ്റെ ഭാര്യയെ വിളിച്ചു, വേറൊരു ഫോണിലേക്ക് അത് വരുത്തിച്ചു. അങ്ങനെയൊക്കെയാണ് ഞാൻ കയറിയത്. ഇന്നലെ സുരേഷ് ഗോപി പറഞ്ഞല്ലോ, അദ്ദേഹം മന്ത്രി MOS ആണ്, അദ്ദേഹത്തെ തടഞ്ഞു. MP രാജേഷ് എയർപോർട്ടിൽ കയറുമ്പോൾ ഞാൻ മന്ത്രിയാണ്, എയർപോർട്ടിനുള്ളിൽ കയറാൻ എനിക്ക് ഐഡൻറ്റിറ്റി കാർഡൊന്നും കാണിക്കണ്ടെന്ന് പറയാൻ പറ്റുമോ? എയർപോർട്ടിനുള്ളിൽ പ്രധാനമന്ത്രി കയറുമ്പോൾ പോലും ചിലപ്പോൾ ചോദിച്ചെന്ന് വരും. കാരണം അതവരുടെ പണിയാണ്. MP രാജേഷ് ഞാൻ മന്ത്രിയാന്ന് പറഞ്ഞിട്ട് എയർപോർട്ടിനുള്ളിൽ കയറുമ്പോൾ അത് കാണിക്കണ്ടെന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ എയർലൈൻസിൽ പോകുമ്പോൾ അത് കാണിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ അയാൾക്ക് പോകാൻ പറ്റില്ല. അപ്പോൾ ഇതിനൊക്കെ ഒരു പ്രോട്ടോക്കോളുണ്ട്. അപ്പോൾ കേരളത്തിൻ്റെ വികസനത്തിനെ കുറിച്ചിട്ടുള്ള ഒരു താല്പര്യമല്ല, മറിച്ച് രാഷ്ട്രീയമാണ് താല്പര്യം. അതുകൊണ്ടാണ് അതെ. അപ്പം അതുകൊണ്ട് വികസനം കൊണ്ടുവരണം എന്ന് ആഗ്രഹിക്കാത്ത രണ്ട് പാർട്ടികൾ വികസനത്തിൻ്റെ കാര്യം മാത്രം പറഞ്ഞുകൊണ്ട് ഈ മലയാള നാടിൻ്റെ, ഈ കേരളത്തിൻ്റെ വികസിത കേരളം എന്ന ഒരു മുദ്രാവാക്യം മുന്നിൽ വെച്ച് സംസാരിക്കുന്ന ഒരേ ഒരു പാർട്ടി BJP. ആ പാർട്ടിയുടെ നേതാവ്, ഇപ്പോൾ ബാക്കി ഏത് നേതാവിനെ കമ്പയർ ചെയ്യുമ്പം അതാണ് ശ്രീ രാജീവ് ചന്ദ്രശേഖരൻ. ഹീ ഈസ് ഓൺലി മാൻ ഹൂ സ്പീക്സ് വികസിത കേരളം. പിന്നെ കേരളത്തിൻ്റെ വികസനം എന്താണ്? കേരള മോഡലാണ് കേരളത്തിൻ്റെ വികസനം. EMS മുതിരിപ്പാട് അടക്കമുള്ള ആൾക്കാർ കൊണ്ടുവന്ന കേരള മോഡൽ. എന്താ കേരള മോഡൽ? കേരള മോഡൽ പൊളിഞ്ഞുപോയി. കേരള മോഡൽ അതിനകത്ത് ഇൻഡസ്ട്രി ഇല്ല, കാർഷിക മേഖലയില്ല,
കമ്മ്യൂണിസ്റ്റ് പാർട്ടി കൊണ്ടുവന്ന കേരള മോഡൽ എന്ന വികസന നയമാണ് കേരളത്തെ ചതിച്ചത്, കേരളത്തെ നശിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അതേ വികസന നയമാണ് കോൺഗ്രസ് സ്വീകരിച്ചത്. കോൺഗ്രസിന് പ്രത്യേകിച്ച് വികസനമില്ല, സ്വയം വികസനം മാത്രമേ ഉള്ളൂ കോൺഗ്രസ്. അവർ സ്വയം വികസിക്കൂ. വി ഡി സതീശൻ 10 റുപ്യ പോലും ഇല്ലാതിരുന്ന ആളാണ്. ഏതോ ഞാൻ അദ്ദേഹത്തിൻ്റെ ഒരു ഹിസ്റ്ററി വായിച്ചു, ഏതോ ഒരു കടയിൽ കണക്കെഴുതാനൊക്കെ പോയി ഇരുന്ന ആളാണ് വി ഡി സതീശൻ. അദ്ദേഹത്തിൻ്റെ ഒരു വീഡിയോ തന്നെ ഉണ്ട്, ഞാൻ ഒന്നും അല്ലാതിരുന്ന ഒരു കാലം. ഇന്ന് കോടികളുടെ ആസ്തിയുണ്ട്. എവിടുന്നാണ്? എനിക്ക് പണിയുണ്ട്, എനിക്ക് തൊഴിലുണ്ട്, എൻ്റെ തൊഴിലിൽ നിന്ന് ഞാൻ പൈസ ഉണ്ടാക്കും. വി ഡി സതീശൻ എന്ത് തൊഴില? ഞാൻ ഇന്നും കോടതിയിൽ പോവും. എനിക്ക് ജീവിക്കാൻ കോടതിയിൽ പൈസ കൊണ്ടാണ് ഞാൻ ജീവിക്കുന്നത്. വി ഡി സതീശനോ? അയാൾ പ്രതിപക്ഷ നേതാവാണ്, അയാൾക്ക് കോടികളുടെ ആസ്തിയാണ്. സതീശൻ്റെ കോടികളുടെ ആസ്തി വെളിപ്പെടുത്താൻ പറ്റുമോ? BJP ചോദിക്കുന്ന ചോദ്യമാണ്. ഐ എം ആസ്കിങ് എ ക്വസ്റ്റ്യൻ. സതീശൻ്റെ സ്വത്ത് വെളിപ്പെടുത്തട്ടെ, എത്ര കോടിയുണ്ടെന്ന് പറയട്ടെ. എവിടുന്ന് കിട്ടി? അയാൾ എന്താ പണി? സ്വയം വീർക്കലേ ഇവരെല്ലാം. രാജ്യത്തെ, കേരളത്തെ സംരക്ഷിക്കാൻ ഒരു വികസന നയവുമില്ല. കേരള മോഡലാണ് ഉണ്ടായിരുന്നത്. ഈ കേരള മോഡൽ എന്ന് പറയുന്നത് അമ്പേ പരാജയപ്പെട്ടതാണ്. അതിനകത്ത് ഉൽപ്പാദനമില്ല. ഇന്ന് കേരളം എന്ന് പറഞ്ഞാൽ, അയ്യോ ശില്പ, ഇന്ന് കേരളം എന്ന് പറഞ്ഞാൽ വളരെ ഗൗരവമായി ചർച്ച ചെയ്യപ്പെടേണ്ട ഒരു സാധനമാണ് കേരളം. കാരണം ഉൽപ്പാദനമില്ലാത്ത ഉപഭോഗ കമ്പോളമാണ് കേരളം. ഇവിടെ ഒരു ഉൽപ്പാദനവും ഇല്ല. ആകെയുള്ളത് 3 ഫാക്ടറിയാണ്. ഇൻഡസ്ട്രി, മഹാ ഇൻഡസ്ട്രി 3 വ്യവസായശാലകൾ. ഒന്ന് കൊച്ചിൻ ട്രാവൻകൂർ, ടൈറ്റാനിയം, FSCT. ഈ 3 അല്ലാതെ വേറൊന്നുമില്ല. ഇതാരും കൊണ്ടുന്ന? ഇത് ഇടതു കൊണ്ടുന്നതല്ല, വലതു കൊണ്ടുന്നതല്ല. ഇത് കൊണ്ടുവന്നത് സർ CP ആണ്. സർ CPക്ക് ഒരു വിഷൻ ഉണ്ടായിരുന്നു കേരളത്തെക്കുറിച്ച്, മനസ്സിലായോ? അന്ന് കേരളം ഇല്ല, ഞാൻ സമ്മതിക്കുന്നു. തിരുവിതാംകൂറിനെ കുറിച്ചൊരു വിഷൻ ഉണ്ടായിരുന്നു. അതുകൊണ്ട് കേരള സർവകലാശാലയ്ക്ക് ഒരു വൈസ് ചാൻസലർ വേണമെന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹത്തിൻ്റെ പുസ്തകത്തിലുണ്ട്, വൈസ് ചാൻസലറിനെ അന്വേഷിച്ച് സർ CP പോയത് ആരുടെ അടുത്താണെന്നറിയാം? ആൽബർട്ട് ഐൻസ്റ്റീൻ്റെ അടുത്താണ്. ആൽബർട്ട് ഐൻസ്റ്റീനോട് പറയാണ്, താങ്കൾ എൻ്റെ നാട്ടിൽ ഞങ്ങളുടെ സർവകലാശാലയുടെ വൈസ് ചാൻസലറാണ്. ഇന്ന് ഭരണാധികാരികൾ വൈസ് ചാൻസലറെ തപ്പിപ്പോകുന്നത് എവിടെയാണ്? AKG സെൻറ്ററിലാണ്. അവിടെ ആരെയൊക്കെ അടിച്ചു വരുന്ന, ഏറ്റവും കൂടുതൽ അടിച്ചു വരുന്നവർ, ഏറ്റവും കൂടുതൽ പെട്ടുപിടിക്കുന്നവരുമാണ് വൈസ് ചാൻസലർമാർ. അപ്പോൾ കേരളത്തെക്കുറിച്ചിട്ടുള്ള ഒരു വികസന കാഴ്ചപ്പാട് കേരള മോഡലിലില്ല. അതുകൊണ്ട് ഈ ഇൻഡസ്ട്രി പരാജയപ്പെട്ടു, വ്യവസായമില്ല. പിന്നെ ഏതെങ്കിലും ഒരു പെട്ടിപ്പീടിയിൽ ഒരു ട്രാൻസിസ്റ്റർ റേഡിയോ വെച്ച് പാടിയാൽ അവനെ ബൂർഷ എന്ന് മുദ്ര കുത്തി ആ കട അടപ്പിച്ച പാരമ്പര്യമാണ് കേരളത്തിലെ കമ്മ്യൂണിസ്റ്റുകളുടെ പാരമ്പര്യം. അതേ പാരമ്പര്യമാണ് കോൺഗ്രസ് പിന്തുടരുന്നത്. അതുകൊണ്ട് NRIക്കാർ വന്നാൽ അവരിവിടെ വ്യവസായം തുടങ്ങില്ല. ഇവിടുന്ന് ഇപ്പം സാബുവിൻ്റെയൊക്കെ വ്യവസായശാല ഇവിടുന്ന് പോയി. വ്യവസായശാലകൾ കേരളത്തിലേക്ക് വരുന്നതേയില്ല. പോട്ടാത്തേറ്റ് കള്ളത്തരം തന്നെയാണ് ഇപ്പോൾ വ്യവസായ മന്ത്രി വിളിച്ചു പറയുന്നത്. ഞാൻ കഴിഞ്ഞ ദിവസം അയാളുടെ ഒരു വീഡിയോ കണ്ടു. അപ്പോൾ ആ വീഡിയോയിൽ ഈ MRI സ്കാൻ മിഷൻ, ആ MRI സ്കാൻ മിഷൻ കേരളത്തിലാണ് ഉൽപ്പാദിപ്പിക്കുന്നത്. മനുഷ്യന് മനസ്സിലാവാത്ത ചില ഭാഷയിലേ അന്തർദേശീയമായി നാം ചിന്തിക്കുമ്പോൾ ഉൽപ്പാദനത്തിൻ്റെ, ഉപഭോഗത്തിൻ്റെ എന്നൊക്കെ പറഞ്ഞിട്ട് ഈ MRI സ്കാൻ ഉൽപ്പാദിപ്പിക്കുന്നതും അതുമായി ബന്ധപ്പെട്ടതെല്ലാം ചെയ്യുന്നതും ഈ കേരളത്തിലാണ്. ഞാനിത് അറിയാൻ വേണ്ടിയിട്ടൊരു അന്വേഷണം നടത്തി നോക്കിയപ്പോൾ ഈ MRI സ്കാൻ ഇവിടെ ഉൽപ്പാദിപ്പിക്കുന്നില്ല. ഇവിടെയുള്ളത് ആകെയുള്ള ഡിസ്ട്രിബ്യൂഷനാണ്, വിതരണം മാത്രമാണ്. അത് ലോകത്തെല്ലായിടത്തുള്ളതാണ്. കളവാണ്. ഇവിടെ എന്താ ഉൽപ്പാദിപ്പിക്കുന്നത്? ഇവിടുത്തെ ഓൺ ഉൽപ്പാദനം എന്താ? വ്യാവസായിക മേഖല തകർന്നു. കാർഷിക മേഖലയുടെയും അവസ്ഥ, നമ്മൾ ഭക്ഷണം കഴിക്കുന്നത് ചോളമൊന്നുമല്ല, നമ്മൾ ഭക്ഷണം കഴിക്കുന്നത് നെല്ലാണ്. ഒരു വർഷം 42 ലക്ഷം ടൺ അരിയാണ് ഈ കേരളത്തിന് ആവശ്യം. അപ്പോൾ ഈ 42 ലക്ഷം ടൺ അരിക്ക് വേണ്ടിയുള്ള ഉൽപ്പാദനം ഉണ്ടാവണ്ടേ? ഇവിടെ ഉണ്ടാക്കുന്ന നെല്ല് എത്രയാണ്? 3.5 ലക്ഷം ടണ്ണാണ്. 3.5 ലക്ഷം ടൺ ആണ് ഇവിടെ ഉണ്ടാക്കുന്ന നെല്ല്. ബാക്കി മുഴുവൻ കൊണ്ടുവരല്ലേ, വരവല്ലേ, ആന്ധ്രയില്ലേ. കൃഷി ചെയ്യാൻ. ഇനി പച്ചക്കറി
പച്ചക്കറി 18% ഇവിടെ ഉൽപ്പാദിപ്പിക്കുന്നുള്ളൂ. ബാക്കി 82 വരവാണ്. നമ്മൾ കഴിക്കുന്നത് മുഴുവൻ വിഷമാണ്. ഈ കൃഷി ചെയ്യാൻ ഇറങ്ങുന്നവരെ അത് എങ്ങനെ നിർത്തിക്കാം എന്നുള്ളതാണ്. പൈസ കൊടുക്കണില്ലല്ലോ. അപ്പം നെൽകർഷകൻ, കേന്ദ്ര ഗവൺമെൻറ് കൃത്യമായി നെൽകർഷകൻ്റെ പൈസ കൊടുക്കും. കേരള സർക്കാർ തരാമെന്ന് പറഞ്ഞിട്ട് പറ്റിക്കല്ലേ, വൗച്ചർ കൊടുക്കുക. ആ വൗച്ചറും കൊണ്ട് ബാങ്കിൽ പോയി കഴിഞ്ഞാൽ പൈസ കൊടുക്കാതിരിക്കുക. അപ്പം എന്താണ് ഇവിടുത്തെ ഒരു കൃഷിക്കാർ? എന്നാലിപ്പോൾ അവർ പറയണ കളവ് കേട്ടാൽ സഹിക്കില്ല. കേന്ദ്രം തരുന്നില്ല, 10 പൈസ പോലും കൊടുക്കാനില്ല. നെൽകർഷകൻ്റെ മുഴുവൻ പൈസയും കൊടുത്തു, നെൽകർഷകന് 10 പൈസ പോലും കൊടുക്കാനില്ല. ഒരു തെങ്ങുണ്ടെങ്കിൽ 2000 രൂപ 3 മാസത്തിനുള്ളിൽ കിട്ടുക. ഒരു വർഷം 6000 റുപ്യ കൊടുക്കുകയാണ്. ഇവർ കൊടുക്കുന്നുണ്ടോ കേരള സർക്കാർ? പിന്നെ എന്താ ഈ പറയുന്നതിലൊരു അർത്ഥമില്ല. അപ്പം കാർഷിക മേഖല, വ്യാവസായിക മേഖല, ഒന്നാമത്തെ കാര്യം കേരളത്തിൻ്റെ കൃഷിഭൂമിയെ ഇത് ഒരു സത്യസന്ധമായ വിശകലനം നടത്തണം. വെറുതെ കൊട്ടിഘോഷിപ്പിക്കുക. ഗൗരിയമ്മയുടെ കാലത്ത് കൃഷിക്കാരന് കൃഷിയിടം കൊടുത്തു, ഇതാണല്ലോ ഇവർ പറയുന്നത്. വാസ്തവത്തിൽ കൃഷിക്കാരന് കൃഷിയിടം കൊടുത്തത് നല്ലതാണെന്ന് ചോദിച്ചാൽ നല്ലതാണ്, അത് ഒറ്റ നോട്ടത്തിൽ നല്ലതാണ്. പക്ഷെ എന്താ ചെയ്ത? ഭൂമിയെ പ്ലോട്ടാക്കി, കാർഷിക ഭൂമിയെ പ്ലോട്ടാക്കി തരംതിരിച്ച് ചെറിയ ചെറിയ പ്ലോട്ടാക്കിയപ്പം കൃഷി നശിച്ചു. തലകുത്തി കിടന്ന് പറഞ്ഞാൽ ഇനി കൃഷി ഉണ്ടാവില്ല, അല്ലെങ്കിൽ അത്രയും എഫർട്ട് എടുക്കണം. ഇവരൊന്നും ആ എഫർട്ട് എടുക്കാൻ തയ്യാറല്ല. പുതിയ തലമുറ കാർഷിക വൃത്തിയിലേക്ക് വരാൻ തയ്യാറാവും, പക്ഷെ ഇവരൊരു സഹായം ചെയ്യുന്നില്ല. അതുകൊണ്ട് ഇവരുടെ കേരള മോഡൽ എന്ന് പറയുന്നത് ഒരു സർവീസ് മേഖലയാണ്. സർവീസ് മേഖലയെ ബേസ് ചെയ്തുകൊണ്ടാണ് കേരള മോഡൽ നിൽക്കുന്നത്. സർവീസ് മേഖലയിൽ ബേസ് ചെയ്ത് കേരള മോഡൽ നിൽക്കണമെങ്കിൽ നമ്മൾ വിദേശ പണത്തെ ബേസ് ചെയ്ത് നിൽക്കണം. ഇപ്പോൾ അതാണ് അവസ്ഥ. യുദ്ധം ഇപ്പം നടക്കുന്നുണ്ട്. യുദ്ധം എപ്പോഴാണ് സൗദി അറേബ്യയും കുവൈറ്റും ദുബായിയും ഒക്കെ കത്തിയമരുക പറയാൻ പറ്റില്ല. പട്ടിണി കിടക്കാൻ നമ്മളാന്നേ. കാരണം ഉൽപ്പാദനമില്ലാതെ എത്ര കാലം പിടിച്ചു വെക്കാൻ പറ്റും? അപ്പോൾ കേരള മോഡൽ പരാജയമായിരുന്നു. അതിന് പകരം ഒന്നും ഇവരുടെ കൈവശവും ഇല്ല. അവിടെയാണ് ഏകാത്മ മാനവ ദർശനത്തിലൂടെ ദീനദയാൽജി പറഞ്ഞ ഒരു കൺസെപ്റ്റ് നരേന്ദ്രമോദിജി കൊണ്ടുവരുന്നത്. അതാണ് വികസിത കേരളവുമായി ബന്ധപ്പെട്ട് ആത്മനിർഭർ ഭാരത്. ഈ ആത്മനിർഭർ ഭാരത് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ മെയ്ഡ് ഇൻ ഇന്ത്യ, മേക്ക് ഇൻ ഇന്ത്യ എന്ന് പറയുന്നതൊക്കെ നമ്മൾ സ്വയം പര്യാപ്തത നേടണം എന്നുള്ള. അങ്ങനെ കേരളത്തിൻ്റെ സ്വയം പര്യാപ്തത കാർഷിക മേഖലയിലുള്ള ഇൻഡസ്ട്രി മേഖല ആകെ ഇവരുടെ ഒരു പര്യാപ്തത എവിടെയാണെന്ന് അറിയാം. BJPയെ തോൽപ്പിക്കാൻ, ഹിന്ദുത്വത്തെ തോൽപ്പിക്കാൻ ഏതോ നാട്ടിൽ കിടന്ന ഒരു പെണ്ണിനെ പിടിച്ച് ഇവിടെ കൊണ്ടുവന്ന് ക്ഷേത്രത്തിനുള്ളിൽ നിന്ന് കല്യാണം കഴിച്ചു വിടുക. അപ്പം ഇപ്പോൾ ഈ പള്ളിയിലും ഇല്ലാങ്ങണ്ടേ? കഴിച്ചവനാരാ? മുസ്ലിം അല്ല എന്ന് പോയി പള്ളി കൊണ്ട് കഴിപ്പിക്കേ. എന്താ കഴിപ്പിക്കാൻ? ഞാൻ പള്ളിക്കാർ ഓടിക്കൂ. അപ്പോൾ ഈ തട്ടിപ്പ് 3 നേരം മതേതരത്വം ഗുളിക കഴിക്കുന്ന കാര്യമാണ്. രാവിലെ ഒരു മതേതരത്വ ഗുളിക, ഉച്ചക്കൊരു ഗുളിക, വൈകുന്നേരം ഒരു ഗുളിക. അങ്ങനെ 3 നേരത്തെ മതേതരത്വം അല്ലാതെ കേരളത്തിലൊന്നുമില്ല. അതുകൊണ്ട് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ബ്രെയിൻ ഡ്രെയിൻ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന സംസ്ഥാനം കേരളമാണ്. അതുകൊണ്ട് ആ ബ്രെയിൻ ഡ്രെയിൻ സ്റ്റോപ്പ് ആവണം. സോ BJP took initiative, or BJP is taking initiative to stop the brain drain, to develop Kerala. അതുകൊണ്ടാണ് വികസിത കേരളം എന്ന ഒരു കൺസെപ്റ്റ് BJP മുന്നോട്ട് വച്ചിരിക്കുന്നത്.